ഹായ് ഓൾ, വെൽക്കം ടു ആൽഫ കരിയേഴ്സ്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ ഓഫീസ് ജോലി നോക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓഫീസ് ജോബ് നോക്കുന്ന ഒരു കാൻഡിഡേറ്റിന് നമുക്ക് കിട്ടുന്ന പോസ്റ്റുകൾ ടെലികോളിംഗ്, BDE, സ്റ്റുഡൻറ് കൗൺസിലർ, അഡ്മിൻ, ഇങ്ങനെ ഒരുപാട് പോസ്റ്റുകളുണ്ട്. ഇതിൽ നമ്മൾ ടെലികോളിംഗ്, BDE, അഡ്മിനിസ്ട്രേറ്റർ പോസ്റ്റിൻ്റെ എന്തൊക്കെയാണ് ജോബ് റോൾസ് എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് അല്ലെങ്കിൽ ഒരു അക്കാദമിക് കൗൺസിലറായിട്ട് ജോലി നോക്കുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ട എന്തൊക്കെയാണ് സ്കിൽസ്, അതുപോലുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ജോബ് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കണ്ട. കൂടാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഈ സ്റ്റുഡൻറ് കൗൺസിലർ എന്ന പോസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക എഡ്യൂക്കേഷൻ ഫോംസിലാണ്. ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നോർമലി നമ്മൾ ചെറിയ ചെറിയ കോഴ്സുകളൊക്കെ ചെയ്യുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും അവിടെ ഈ ഒരു BDE അതുപോലെ തന്നെയുള്ള ഒരു പോസ്റ്റിലേക്കാണ് സ്റ്റുഡൻറ് കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മൾ കാൻഡിഡേറ്റിനെ എടുക്കുന്നത്. സ്റ്റുഡൻറ് കൗൺസിലർ എന്നുള്ളത് കൊണ്ട് രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന്, നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിനെ കൗൺസിൽ ചെയ്യുക. രണ്ടാമത്തത് അത് അഡ്മിഷനിൽ കൊണ്ടുപോയി ക്ലോസ് ചെയ്യുക. ഈ രണ്ട് പോസ്റ്റും ആണ് ജോബ് റോൾസ് ആണ് നമുക്ക് ഈ ഒറ്റൊരു ജോബ് പോസ്റ്റിലൂടെ വരുന്നത്. ഇതിൽ മെയിനായിട്ട് നമുക്കിപ്പോൾ ഒരു +2 കഴിഞ്ഞിട്ടുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ, ചെറിയ എന്തെങ്കിലും കോഴ്സൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെ നിൽക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ അവരെ കൂടുതലായിട്ട് നമ്മുടെ കോഴ്സ് എന്താണോ, ഇപ്പം നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ കോഴ്സ് എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിന് പറ്റിയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പം അത് നമ്മൾ അവരെ കോൾ ചെയ്യുക. അവരെ കോൾ ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് എന്താണെന്നും അതിൻ്റെ ജോലി സാധ്യതകളും മറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൺവിൻസ് ചെയ്തിട്ട് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യിക്കും, മീൻസ് കോഴ്സ് ക്ലോസ് ചെയ്യിക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. മെയിനായിട്ടും നമുക്ക് ടെലികോളിംഗ് തന്നെയാണ് ഇതിൽ വരുന്നത്. ടെലികോളിംഗ് അല്ലാതെ നമുക്ക് വാക്കിംഗ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, അതായത് ഡയറക്റ്റ് ഓഫീസിൽ വന്നിട്ട് സംസാരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് സ്റ്റുഡൻറ്റിനോട് മാത്രമല്ല അവരുടെ പാരൻസിനോടും കൂടെയാണ്. ഇതിപ്പം എഡ്യൂക്കേഷൻ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഒരു ജോലി പോലെ ഒന്നല്ലല്ലോ, നമ്മൾ കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യേണ്ടത് അവരുടെ പാരൻസുമായിട്ടായിരിക്കും. നമ്മുടെ കോഴ്സ് എന്താണെന്നും ഏതാണെന്നും അതെടുത്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ നമ്മുടെ പ്രൈസ്, പേയ്മെൻറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കേണ്ടത് കൂടുതലായും പാരൻസിനെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോഴ്സ് എടുക്കുന്നത് കൊണ്ടുള്ള ജോലി സാധ്യതകളും മറ്റു ഗുണങ്ങളൊക്കെ നമ്മൾ സ്റ്റുഡൻസിനെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആളുകളോടാണ്. നമുക്കൊരു സ്റ്റുഡൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലായിട്ടും അവരുടെ ഒരു അക്കാദമിക് കരിയറാണ് നമ്മളവിടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കേണ്ടത്. അപ്പം നമ്മൾ അതിനായിട്ട് നമ്മുടെ കോഴ്സും കൂടെ, എന്താണ് നമ്മുടെ കോഴ്സ്, അത് അവരിലൂടെ തന്നെ കുറച്ചുകൂടെ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ കോഴിക്കോടാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ഏത് ജില്ലയിലാണെങ്കിലും ഒരുപാട് എഡ്യൂക്കേഷൻ ഫോംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സ് തന്നെ, ഇപ്പം ഒരു ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ആയിക്കോട്ടെ, അത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പം അവിടെ നിന്നെല്ലാം ഇവർക്ക് കോഴ്സ് കിട്ടും. അപ്പം നമ്മുടെ കോഴ്സ് അതിൽ നിന്നും കുറച്ച് അട്രാക്റ്റീവ് ആവണം ഇവർക്ക്, എങ്കിൽ മാത്രമേ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലൂടെ ആവാം, അല്ലെങ്കിൽ നമ്മുടെ പേയ്മെൻറ്റ് ഓഫറൊക്കെ ഉണ്ടാവും. ഫീസിൽ ഇത്ര % ഇളവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓഫറുകൾ ഉണ്ടാവുമല്ലോ. ആ ഒരു ഓഫറൊക്കെ നമ്മൾ അവരെ കൂടുതലായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ നോർമലി നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാം. പിന്നെ നമ്മൾ ഈ സ്റ്റുഡൻറ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, ആദ്യം ക്ഷമയാണ്. അതായത് നമുക്കിപ്പം പല രീതിയിലുള്ള കോഴ്സ് വരാം. എഡ്യൂക്കേഷൻ ഫോം തന്നെ ഇപ്പം നമുക്ക് പല സ്റ്റുഡൻസിനും ഒരുപാട് എഡ്യൂക്കേഷൻ ഫോംസിൽ നിന്ന് കോൾ പോയി കഴിഞ്ഞാൽ അത് അവർക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും. നമുക്ക് തന്നെ ചിന്തിക്കാം, നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരുപാട് ടൈം ഇങ്ങനെ കോൾ വന്നുകൊണ്ടിരുന്നാൽ നമുക്കത് ഇറിറ്റേഷൻ അല്ലേ. അതുപോലെ ഈ സ്റ്റുഡൻറ്റിനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പാരൻസിനോ, ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് എഡ്യൂക്കേഷൻ ഫോംസ് ഉണ്ട്. അപ്പം അവിടെ നിന്നൊക്കെ ഇതുപോലുള്ള സ്റ്റുഡൻറ്റ് കൗൺസിലേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവർക്കത് ഇറിറ്റേഷൻ ആയിരിക്കുന്ന സമയത്ത് മേ ബി നമ്മുടെ കോള് പോവുകയാണെങ്കിൽ അത് അവർക്കൊരു അവരതിൽ ചിലപ്പോൾ നിങ്ങളോട് റൂഡായി സംസാരിക്കാം, ആ രീതിയിലൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അതൊക്കെ കേൾക്കാൻ തയ്യാറായിട്ടുള്ള രീതിയിലായിരിക്കണം ഒരു കോള് ചെയ്യേണ്ടത്. നല്ല ക്ഷമയോടുകൂടെ വേണം കോള് ചെയ്യാൻ. പിന്നെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാം. പക്ക ഒഫീഷ്യൽ രീതി ആവാം, കുറച്ച് ഫ്രണ്ട്ലി ആ ഒരു രീതിയിൽ സംസാരിക്കാൻ വേണ്ടി മാക്സിമം നോക്കാം. പിന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ എന്നതാണല്ലോ നമ്മൾ ഓരോ വ്യക്തികളും പിന്നെ എന്താണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എഡ്യൂക്കേഷൻ ഏത് വേണം, എങ്ങനെ വേണം എന്ന് നല്ലോണം ചിന്തിച്ച് മാത്രമേ എല്ലാവരും തിരഞ്ഞെടുക്കുകയുള്ളൂ. അപ്പം ആ രീതിക്ക് നമ്മൾ നമ്മുടെ കോഴ്സ് എന്താണെന്നുള്ളത് അവരെ പറഞ്ഞ് ധരിപ്പിക്കുക. അതോടൊപ്പം തന്നെ
ഫോളോ അപ്പ് കാര്യങ്ങൾ, ഇപ്പം നമ്മളൊരു ഒരു കസ്റ്റമറെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് ഫോളോ അപ്പ് ചെയ്യണം. ജസ്റ്റ് കോൾ അവിടെ സ്കിപ്പ് ചെയ്യരുത്. ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നമുക്കൊരു 1 മന്തോ അല്ലെങ്കിൽ 2 വീക്സൊക്കെ ഫോളോ അപ്പിലൂടെ മാത്രമേ ഉള്ളൂ ഒരു അഡ്മിഷൻ ക്ലോസ് ആവുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, നമ്മുടെ അഡ്മിഷൻ തന്നെ അവർ എടുത്തോളണമെന്നില്ല. എങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എങ്ങനെയാണോ നമ്മുടെ ഒരു അപ്രോച്ച് അതനുസരിച്ചിരിക്കും നമ്മൾക്ക് ഈ ഒരു ബിസിനസ് കിട്ടുന്നത്. കൂടുതലായിട്ടും ഈ ഒരു കോഴ്സ് എടുപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് വെച്ചാൽ അതിൻ്റെ ജോലി സാധ്യതകളാണ്. ഇപ്പോൾ ഒരു ജോലി മുന്നിൽ കണ്ടിട്ടാണല്ലോ പലരും പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ കോഴ്സ് എന്താണോ അതിൻ്റെ ജോലി സാധ്യതകളാണ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ അതിൻ്റെ ഡ്യൂറേഷൻ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞ് ധരിപ്പിച്ചതിന് ശേഷം നമ്മുടെ കോഴ്സ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി കിട്ടും. ഇപ്പോൾ നമുക്കൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻറ്റ് കൗൺസിലറുടെ അല്ലെങ്കിൽ അക്കാദമിക് കൗൺസിലറുടെ ജോബ് റോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് കൗൺസിലറായിട്ട് ജോബ് നോക്കുന്ന ഏതെങ്കിലും കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് എന്താണെന്ന് അറിയാത്തവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. പെട്ടെന്നൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. 10 വർഷമായി കേരളത്തിലുടനീളം സ്വകാര്യ മേഖലയിൽ പ്ലേസ്മെന്റ് സപ്പോർട്ട് ചെയ്തു വരുന്ന ഞങ്ങൾ ആൽഫ കരിയേഴ്സ് +2 കഴിഞ്ഞ് നിൽക്കുന്നവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കുമായി 100% ഫ്രീ പ്ലേസ്മെന്റ് ഉറപ്പു നൽകുന്ന ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് നടത്തുന്നു. വെറും 2 മാസം കൊണ്ട്, അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ. വീട്ടിലിരുന്ന് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിക്കാനുള്ള അവസരം. കൂടാതെ ആൽഫ കരിയേഴ്സിനൊപ്പം കേരളത്തിലുടനീളമുള്ള പ്രൈവറ്റ് സെക്ടർ സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി സ്വന്തമാക്കാം. ഇൻഡസ്ട്രി എക്സ്പേർട്ട്, സീനിയർ HR മാനേജേഴ്സ് തുടങ്ങി കേരളത്തിലെ മികച്ച വിജയം കൈവരിച്ചവരുമായുള്ള ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻസ്. വേഗമാകട്ടെ, ആദ്യം ജോയിൻ ചെയ്യുന്ന 30 പേർക്ക് ഫീസിൽ 50% ഡിസ്കൗണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുന്നതിനായി താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9562515552.